AI lip-sync is getting better. ഇംഗ്ലീഷ് മാത്രമല്ല ഇപ്പൊ മലയാളവും കറക്റ്റായി ലിപ്സിംഗ് ആവും. ഇതെല്ലാം ഒരു സിംഗിൾ ഇമേജിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ്. ഇന്ന് നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയി ലിപ്സിംഗ് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. ഇത് ചെയ്യുന്നത് ഒമ്നി ഹ്യൂമൻ എന്നൊരു AI മോഡൽ വെച്ചാണ്. ഇതൊരു ചൈനീസ് AI ആണ്, പക്ഷെ ലിപ്സിംഗ് ചെയ്യുന്നതിൽ ഒരു ബെസ്റ്റ് AI മോഡൽ ഇതാണ്. ലിപ് മൂവ്മെന്റ് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഓഡിയോക്ക് അനുസരിച്ച് ഹാൻഡ് മൂവ്മെന്റ്സ് ഇത് ജനറേറ്റ് ചെയ്യും. ഇതൊരു ചൈനീസ് AI ആണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ ഒരു VPN വേണം. ഒരു US VPN സെറ്റ് ചെയ്തിട്ട് സൈറ്റിലോട്ട് പോകാവും. എന്നാലേ ഫ്രീ യൂസ് കിട്ടത്തുള്ളൂ. PC-യിലാണെങ്കിൽ നമുക്ക് പ്രോട്ടോൺ VPN-ൽ യൂസ് കിട്ടും. ഫോണിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, ഏതെങ്കിലും കിട്ടും. സൈറ്റിന്റെ പേര് ഡ്രീമിന എന്നാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ലിപ്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ ആദ്യമേ ഒരു US VPN കണക്ട് ചെയ്തിട്ടുണ്ട്. അർബൻ VPN യൂസ് ചെയ്യാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. VPN സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് പോകേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ dreamina.capcut.com പോകാം. ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് വേണ്ടത് ഈ ലിപ്സിംഗ് ആണ്. അപ്പൊ ആ ലിപ്സിംഗ് ക്ലിക്ക് ചെയ്യാം. ഈ ഇമ്പോർട്ട് ക്യാരക്ടറിന്റെ അവിടെയാണ് നമ്മൾ ലിപ്സിംഗ് ചെയ്യാനുള്ള ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ലിപ്സിംഗ് രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാം. ഒരു മാസ്റ്റർ മെത്തേഡ് ഉണ്ട്, ഒരു ഫാസ്റ്റ് മെത്തേഡ് ഉണ്ട്. മാസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലിപ് മൂവ്മെന്റ് മാത്രമല്ല, നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ഇത് ജനറേറ്റ് ചെയ്യും. പക്ഷെ ഫാസ്റ്റ് മെത്തേഡ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ജനറേറ്റ് ആവും, പക്ഷേ ഈ ഹാൻഡ് മൂവ്മെന്റ്സ് ഒന്നും കാണത്തില്ല. ഈ മാസ്റ്റർ നമുക്ക് പുതിയ അക്കൗണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഡെയിലി ക്രെഡിറ്റ്സ് യൂസ് ചെയ്യാം. ഡെയിലി നമുക്ക് 120 ക്രെഡിറ്റ്സ് കിട്ടും. അപ്പൊ അത് വെച്ച് നമുക്ക് ഫാസ്റ്റ് മെത്തേഡ് വെച്ച് ലിപ്സിംഗ് ഉണ്ടാക്കാം. ലിപ്സിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് യൂസ് ചെയ്യാം, അല്ലെ ഓഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടറിനെ കൊണ്ട് എന്താണ് പറയിപ്പിക്കേണ്ടത് നമ്മൾ ടൈപ്പ് കൊടുത്താൽ ഈ ഡ്രീമിന് തന്നെ അതിനെ വോയിസ് ആക്കിയിട്ട് ലിപ്സിംഗ് ചെയ്ത് നമുക്ക് തരും. അപ്ലോഡ് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഓഡിയോയ്ക്ക് അനുസരിച്ച് ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആക്കിയിട്ട് നമുക്കൊരു വീഡിയോ തരും. ഇവിടെ നമുക്ക് മലയാളമൊക്കെ ചെയ്യുമ്പോഴേക്കും അപ്ലോഡ് ഓഡിയോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് മലയാളം ഒന്നും കാണാൻ സാധ്യതയില്ല. മാക്സിമം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ് ആണ്. അപ്പൊ അത്രയും സെക്കൻഡിനുള്ളിലുള്ള ഓഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ആദ്യം ഈ ഇമ്പോർട്ട് ക്യാരക്ടറിന്റെ അവിടെ പോയി നമുക്ക് ലിപ്സിംഗ് ചെയ്യേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കുക. അതപ്പോൾ ആ ഇമേജ് അനലൈസ് ചെയ്തിട്ട് അതിലെ ക്യാരക്ടറിനെ ഡിറ്റക്ട് ചെയ്യും. ചില സമയത്ത് ചില ഫേമസ് ആൾക്കാരുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഡിറ്റക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ ആ ആൾക്കാരുടെ തന്നെ വേറെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വർക്ക് ആവുന്നത്. ഇവിടെ ഞാൻ മിസ്റ്റർ ബീസിന്റെ ഒരു ഇമേജ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മാസ്റ്റർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലിപ്സിംഗ് ചെയ്യേണ്ട ഓഡിയോ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുക്കാം. ഇത് ജനറേറ്റ് ആണ്ട് കുറച്ചധികം സമയം എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാസ്റ്റർ നമുക്ക് ഒരു പ്രാവശ്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഫാസ്റ്റ് മെത്തേഡ് നമുക്ക് ഡെയിലി ക്രെഡിറ്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ മാസ്റ്റർ തന്നെ പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടെമ്പ് മെയിൽ പോലത്തെ സർവീസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെയും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഈ മിസ്റ്റർ ബീസിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ലിപ്സിംഗ് ആണ്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അതിലൂടെ ലിപ്സിംഗ് ചെയ്ത് എൻ്റെ ഓഡിയോ കൊടുക്കുക. അത് കഴിഞ്ഞ് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ലിപ്സിംഗ് ചെയ്ത വീഡിയോ ഔട്ട്പുട്ട് കിട്ടും. ഈ ടൂളിലോട്ടുള്ള ലിങ്ക് വേണേൽ എന്തെങ്കിലും ഇമോജി താഴെ കമന്റ് ചെയ്താൽ മതി. ഒരു സിംഗിൾ ഇമേജിൽ നിന്നാണ് ഇത്ര നന്നായിട്ട് ലിപ്സിംഗ് ചെയ്തൊരു വീഡിയോ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് AI യൂസ് ചെയ്ത് ലിപ്സിംഗ് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ ഒരു ഇമേജിൽ നിന്നാണ് ലിപ്സിംഗ് വീഡിയോ ഉണ്ടാക്കിയത്, അല്ലാതെ ഒരു വീഡിയോയിൽ നിന്നല്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ലിപ്സിംഗ് കറക്റ്റ് ആക്കണമെങ്കിൽ അതിന് വേറെ കുറച്ച് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതെങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. നമുക്കൊരു എക്സ്ക്ലൂസീവ് AI കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ വീക്കിലി ഇങ്ങനത്തെ AI ട്യൂട്ടോറിയൽസ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇനി നമുക്ക് എങ്ങനെ AI വീഡിയോസിൽ ലിപ്സിംഗ് ആഡാക്കാമെന്ന് നോക്കാം. AI വീഡിയോ ലിപ്സിംഗ് നമുക്ക് ഓപ്പൺ സോഴ്സ് മോഡൽസ് വെച്ചും ചെയ്യാം, ക്ലോസ് സോഴ്സ് മോഡൽസ് വെച്ചും ചെയ്യാം. ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയ ഒരു ബെസ്റ്റ് ഓപ്പൺ സോഴ്സ് മോഡൽ വെച്ചും ഒരു ബെസ്റ്റ് ക്ലോസ് സോഴ്സ് മോഡൽ വെച്ചും നമ്മൾ ഇന്ന് AI ലിപ്സിംഗ് വീഡിയോ ഉണ്ടാക്കും. ഓപ്പൺ സോഴ്സ് മോഡൽസിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് ഡാൻസിന്റെ ലേറ്റൻസിംഗ് ആണ്. ക്ലോസ് സോഴ്സ് മോഡൽസിൽ നമുക്ക് ക്ലിങ് ഉപയോഗിച്ചും റൺവേ ഉപയോഗിച്ചും ലിപ്സിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ റൺവേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഫേമസ് ആൾക്കാരുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ കണ്ടന്റ് റെസ്ട്രിക്ഷൻ ഒക്കെ വരും. അവിടെ ഇച്ചിരി ആ മോഡൽ ഇച്ചിരി റെസ്ട്രിക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് ബെറ്റർ ക്ലിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ AI ലിപ്സിംഗ് വീഡിയോയിലെ യൂസ് കേസ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയൊക്കെ ഈ ലിപ്സിംഗ് വീഡിയോ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഏറ്റവും ഈസി മെത്തേഡായ ക്ലിങ് ഉപയോഗിച്ച് ലിപ്സിംഗ് വീഡിയോ ഉണ്ടാക്കാം. ക്ലിങ്ങിൽ നമുക്ക് ഫ്രീ ക്രെഡിറ്റ്സ് യൂസ് ചെയ്ത് ലിപ്സിംഗ് ചെയ്യാൻ പറ്റും, പക്ഷേ വാട്ടർമാർക്ക് വരും. അത് കഴിഞ്ഞ് ലേറ്റൻസിംഗ് ഉപയോഗിച്ച് എങ്ങനെ ഫ്രീ ആയി നമ്മുടെ PC ലോക്കലായി ഇങ്ങനത്തെ ലിപ്സിംഗ് വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും. ലേറ്റൻസിങ്ങിന് ലോക്കലായി റൺ ചെയ്യാനായിട്ട് മിനിമം 6 GB VRAM മതി. ലോക്കലായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇൻസ്റ്റാളേഷനും അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. കുറേ ഇൻസ്റ്റാളേഷൻ ചെയ്യാനൊക്കെ മടിയാണ്, അല്ലെ VRAM കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ലേറ്റൻസിങ് ഓൺലൈനായിട്ട് റൺ ചെയ്യിക്കാം. അതെങ്ങനെ ചെയ്യാമെന്ന് ഇതിനകത്ത് കാണിച്ചു തരാം. ഓൺലൈനായിട്ട് റൺ ചെയ്യിക്കുമ്പോഴേക്കും പെയ്ഡ് ആയിരിക്കും. അത് GPU നമ്മൾ റെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മോഡൽസൊക്കെ റൺ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ആ ഫീ അടയ്ക്കണം. ഓൺലൈൻ റൺ ചെയ്യിക്കുമ്പോഴേക്കും ഈ ഇൻസ്റ്റാളേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് പ്രീ ഇൻസ്റ്റാൾ വർക്ക് ഫോഴ്സ് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം എങ്ങനെ ബെറ്റർ ഇമേജ് പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റിയിലെ കുറച്ച് പേര് ചോദിച്ചാൽ എങ്ങനെ ഇമേജ് പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിനൊക്കെയാണ് നമ്മൾ ഈ പാർട്ട് ഇൻക്ലൂഡ് ചെയ്തതിനകത്ത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം.
ഈ ലിപ്സിങ് AI വീഡിയോസ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ AI റീൽസൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ AI റീൽസൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഈ ലിപ്സിങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. സ്വർഗത്തേക്കാൾ സുന്ദരമായി സ്വപ്നം വിടരും ഗ്രാമം. Cheguei faz um mês que eu cheguei. Sim. Primeira semana eu tava só descansando, só vida nova. Food, when it comes to relationships, and when it comes to the gym. Let's start about food. Food is really something really principal about my life because I've been trying a lot of food from different countries lately. I've been trying the Asian food. എങ്ങനെ വൈറൽ AI വീഡിയോ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് എങ്ങനെ AI വീഡിയോയിലോട്ട് ലിപ്സിങ് ആഡ് ചെയ്യാമെന്ന് പഠിക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ ഈ AI വീഡിയോ യൂസ് ചെയ്തായിരിക്കും ഫുൾ എക്സാമ്പിൾസും കാണിക്കുന്നത്. ഇതുവരെ ഇറങ്ങിയാലും ബെസ്റ്റ് AI മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും കുറച്ച് ട്രയൽ ആൻഡ് എറർ വഴിയൊക്കെയാണുള്ളൂ നമുക്ക് പെർഫെക്റ്റ് സാധനം കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബെറ്റർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ആദ്യമേ ക്ലിങ് യൂസ് ചെയ്ത് ലിപ്സിങ് വീഡിയോ ഉണ്ടാക്കാം. ക്ലിങ് യൂസ് ചെയ്ത് ലിപ്സിങ് ഉണ്ടാക്കാൻ ഏറ്റവും സിമ്പിളാണ്. ആദ്യമേ ക്ലിങ്ങിലേക്ക് പോവുക, cling.aiലോട്ട് പോവുക. അപ്പോൾ ഇതായിരിക്കും ഹോം പേജ്. എന്നിട്ട് ഇവിടെ ഈ ലിപ്സിങ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ലിപ്സിങ് ചെയ്യേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. മിക്കവാറും സമയം ഇതിൻ്റെ ഈ വീഡിയോ ഡ്യൂറേഷനും ഓഡിയോ ഡ്യൂറേഷനും സെയിം ആക്കി വെക്കാൻ നോക്കുക. AI വീഡിയോ ഡ്യൂറേഷൻ ഏകദേശം 5 സെക്കൻഡൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ 5 സെക്കൻഡൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ആഡ് ചെയ്യേണ്ട ഓഡിയോയുടെ ലെങ്ത് ഏകദേശം ഇതോട്ട് സെയിം ആക്കി വെക്കുക. ക്ലിങ്ങിലൊന്നും അങ്ങനെ വിഷയം വരത്തില്ല. പക്ഷേ മറ്റിടത്ത് വരുമ്പോഴേക്കും പിന്നെ വീഡിയോ ലൂപ്പ് ആകാൻ തുടങ്ങും. അതുകൊണ്ട് രണ്ടും സെയിം ലെങ്ത് ആക്കി വെക്കുക. നമുക്കിവിടെ നമ്മുടെ ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഓഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്യാണ്ട് 5 ക്രെഡിറ്റ് യൂസ് ആകും. കുറച്ചധികം ക്രെഡിറ്റ് കാണും. 100-150 ക്രെഡിറ്റ് കാണും. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഫ്രീ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ടർമാർക്ക് വരും. നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രീ ആവുന്ന ജനറേഷൻ ടൈമും ഇച്ചിരി കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ലിപ്സിങ് വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. വലിയ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇത് നമുക്ക് പിന്നെയും ജനറേറ്റ് ചെയ്ത് ഒരുമാതിരി പെർഫെക്ഷൻ ആക്കി എടുക്കാം. ട്രയൽ ആൻഡ് എറർ വഴിയുള്ള നമുക്ക് ബെറ്റർ സാധനം കിട്ടത്തുള്ളൂ. Violence. I don't like it. Violence. I don't like it. അപ്പോൾ നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ റീഡബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ റീഡബിൾ ചെയ്ത് പിന്നെ റീജനറേറ്റ് ചെയ്ത് നോക്കുക. അത്ര നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. ക്ലിങ്ങിൽ ലിപ്സിങ്ക് ചെയ്യുന്ന സെറ്റിങ്സ് ഇതാണ്. നമുക്ക് ലേറ്റൻസിങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ലേറ്റൻസിങ്ക് യൂസ് ചെയ്ത് എങ്ങനെ ഫ്രീ ആയി നമ്മുടെ PC-യിൽ ലോക്കലായി ലിപ്സിങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അത് നമ്മൾ കംഫി UI യൂസ് ചെയ്തായിരിക്കും ലേറ്റൻസിങ്ക് റൺ ചെയ്യിക്കുന്നത്. കംഫി UI നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പിനോക്കിയോ യൂസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിനോക്കിയോ ഡൗൺലോഡ് ചെയ്യാനാണ്. പിനോക്കിയോ ഡൗൺലോഡ് ചെയ്യേണ്ട ആദ്യമേ pinocchio.computerൽ പോവുക. ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഫോർ വിൻഡോസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് പിനോക്കിയോയുടെ സെറ്റപ്പ് റൺ ചെയ്യിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും കുറേ ടൈം എടുക്കുമായിരിക്കും. നല്ല ആവശ്യത്തിന് ടൈം എടുക്കും. ഇതെല്ലാം ഡൗൺലോഡായി വരണതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ ആദ്യമേ ഈ ഡിസ്കവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കംഫി UI ഡൗൺലോഡ് ചെയ്യണം. അതിന് ആദ്യമേ ഇവിടെ പോയിട്ട് കംഫി UI എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ഈ സേവാസ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആകാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറേ ഫയൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ലിസ്റ്റിന് താഴോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇൻസ്റ്റാൾ ഓൾ എന്ന് ബട്ടൺ കാണുമായിരിക്കും. അത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സാധാരണ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, കുറേ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും. പക്ഷേ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഇൻസ്റ്റാൾ ഓൾ കാണും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം തന്നെ ഇൻസ്റ്റാൾ ആകാൻ തുടങ്ങും. ആ ഫയൽസ് എല്ലാം പിനോക്കിയോ തന്നെ ഇൻസ്റ്റാൾ ആക്കിക്കോളും. അതിനാണ് നമ്മൾ പിനോക്കിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് അല്ലേ കംഫി UI ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിനോക്കിയോ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒറ്റ ക്ലിക്കിൽ നമുക്ക്
ഇതെല്ലാം തന്നെ ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആകാണ്ട് കുറേ സമയം പിടിക്കും. ഇതെല്ലാം ഈ മോഡൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വരണം. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എറർ വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാൻ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. ഈ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു എക്സാമ്പിൾ എററാണ് ഈ നോ സച്ച് ഫയൽ ഡയറക്ടറി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നാ ചെയ്യാമെന്ന് നോക്കാം. എന്ത് എറർ വന്നാലും നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് ഇവരുടെ ഡിസ്കോഡിൽ പോയാൽ മതി. ഡിസ്കോഡിൽ പോയാൽ അവിടെ ഒരുമാതിരി എല്ലാ എററും ഓൾറെഡി സോൾവ് ആയിരിക്കും. നമുക്ക് ആദ്യമേ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്താ എറർ മെസ്സേജ് അത് ആദ്യമേ കോപ്പി ചെയ്യുക. നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് എറർ മെസ്സേജ് വന്നിരിക്കുന്നത്, അത് കോപ്പി ചെയ്യുക. ഈ മെസ്സേജൊക്കെ നമ്മുടെ ഈ കംഫ്യൂയുടെ മെയിൻ സ്ക്രീനിൽ തന്നെ വരും. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഈ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ ഏറ്റവും അവസാനം എന്തെങ്കിലും എറർ എന്ന് പറഞ്ഞ് കാണിക്കുമായിരിക്കും. എന്തെങ്കിലും എറർ എന്ന് പറഞ്ഞ് കാണിക്കുമായിരിക്കും. അതായിരിക്കും അവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് കോപ്പി ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ PDF-ലോട്ട് പോവുക. ഈ PDF ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. PDF-ലോട്ട് പോവുക. പിനോക്കിയോയിലോട്ട് കമ്പ്യൂട്ടറിലോട്ട് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ ഈ ഡിസ്കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ആകുക. ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത സാധനം കൊണ്ട് പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇവിടെ ഈ സെയിം സാധനം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഈ കംഫ്യൂഐ അല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ കംഫ്യൂആയിട്ട് കണക്ട് ചെയ്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഈ പിനോക്കിയോയ്ക്കകത്ത് കുറേ ആപ്സ് ഉണ്ട്, അതിനകത്ത് ഒരു ആപ്പ് മാത്രമാണ് കംഫ്യൂഐ. അപ്പോൾ അതിനകത്ത് കംഫ്യൂആയിട്ട് കണക്ട് ചെയ്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇവിടെ നമുക്ക് കംഫ്യൂഐയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനെന്തെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇതിന് റിപ്ലൈ വന്നിട്ടുണ്ട്. ഈ ടെർമിനൽ സ്ക്രീനിൽ എന്താ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടെർമിനൽ സ്ക്രീനിൽ ഈ സാധനമാണ് വരുന്നത്. ഈ എററാണ് വരുന്നത്. എനിക്ക് ഈ എറർ വന്നിട്ടുണ്ട്. ഈ അസേഷൻ എറർ എന്ന് പറഞ്ഞാണ് വരുന്നത്, എനിക്ക് വന്നിട്ടുണ്ടത്. അതായിരിക്കും ഈ എററിൻ്റെ മെയിൻ റീസൺ. ടെർമിനലിൽ പോയി നോക്കിയാൽ ഈ എറർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടെർമിനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഈ താഴെ ഈ അസേഷൻ എറർ എന്ന് പറഞ്ഞ് ഒന്ന് കിടപ്പുണ്ടായിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നോക്കാം. ഇത് റാൻഡംലി സംഭവിക്കുന്നതാണ്. താഴോട്ട് പോകുമ്പോഴേക്കും അനക്കോണ്ട പവർഷെൽ യൂസ് ചെയ്തിട്ട് ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ ഇവിടെ പിനോക്കിയോ സപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി, അത് സോൾവ് ആവും. ഈ അനക്കോണ്ട പവർഷെല്ലിൽ പോയിട്ട് ഈ പ്രോംപ്റ്റൊക്കെ പേസ്റ്റ് ചെയ്താൽ മതി, അത് സോൾവ് ആവും. ഇതുപോലത്തെ വേറൊരു ബഗ് കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ബഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കംഫ്യൂഐ ഒക്കെ ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കംഫ്യൂഐയുടെ സ്ക്രീൻ ഏകദേശം ഇതുപോലെ ഈ ഓപ്പൺ വെബ് UI ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കംഫ്യൂഐ റൺ ആകുന്നില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡിസ്കോഡിലെ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഡിസ്കോഡിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. നമുക്ക് നോക്കാം എന്താ എറർ എന്ന് പറഞ്ഞ്. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കംഫ്യൂഐ ഇങ്ങനൊരു വിൻഡോ വന്ന് കാണായിരിക്കും. ഈ ഓപ്പൺ വെബ് UI എന്ന് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനൊരു വിൻഡോ വന്ന് കാണായിരിക്കും. ഇവിടെ ഈ മാനേജർ സെലക്ട് ചെയ്യുക, കസ്റ്റം നോട്ട്സ് മാനേജർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ലാറ്റൻ സിങ്ക് റാപ്പർന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ കാണും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ റീസ്റ്റാർട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാണ്ട് നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം, അപ്പോഴേ ഉള്ളൂ കറക്റ്റ് ആകത്തുള്ളൂ. ഒന്ന് ടെർമിനലിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായി. ആദ്യം നമ്മൾ പിനോക്കിയോ ഇൻസ്റ്റാൾ ചെയ്തു. പിനോക്കിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പിനോക്കിയോയിൽ ഡിസ്കവറി പോയി സെർച്ച് ചെയ്ത് കംഫ്യൂഐ സെലക്ട് ചെയ്ത് കംഫ്യൂഐ ഡൗൺലോഡ് ചെയ്തു. കംഫ്യൂഐ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ കംഫ്യൂഐ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ മാനേജർ ക്ലിക്ക് ചെയ്തു. കസ്റ്റം നോഡ് മാനേജറിൽ പോയി ലാറ്റൻ സിങ്ക് റാപ്പർ ഡൗൺലോഡ് ചെയ്തു. അത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് നമ്മുടെ PDF-ലേക്ക് തിരിച്ചു പോകാം. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
അതിനുള്ള എല്ലാ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളും ഞാൻ ഇവിടെ ഈ PDF കൊടുത്തിട്ടുണ്ട്. ഈ PDF ഞാൻ വീഡിയോയിൽ താഴെ കൊടുത്തേക്കാം. ആദ്യമേ നമുക്ക് ഈ FFmpeg എന്ന് പറയുന്ന സാധനം ഡൗൺലോഡ് ചെയ്യണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡൗൺലോഡിങ് സ്റ്റാർട്ടാവും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് നമ്മുടെ C ഡ്രൈവിലാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമുക്ക് ആ ഫയൽ എടുക്കാം, എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക. നമുക്ക് C ഡ്രൈവിൽ കറക്റ്റ് ഈ C ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ Cയിൽ പോയി എക്സ്ട്രാക്റ്റ് ആവും. Cയിൽ പോയി നോക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു FFmpeg എന്ന് പറയുന്ന ഒരു സാധനം ഫയൽ കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് PDF നോക്കാം. ഇനി നമുക്ക് അത് നമ്മൾ സിസ്റ്റം പാത്തിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വലിയ ഇതൊന്നുമില്ല, ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ആദ്യമേ Cയിലോട്ട് തിരിച്ചു പോവാം. നമ്മുടെ ആ ഫയൽ എവിടെയാണ് കിടക്കുന്നത് അങ്ങോട്ട് തിരിച്ചു പോവാം. ഈ FFmpeg എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്യുക, ഈ ബിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ മേളത്തെ ഈ അഡ്രസ് ബാർ ഈ മേളത്തെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫയൽ ലൊക്കേഷൻ കിട്ടും. അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക, എഡിറ്റ് സിസ്റ്റം എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞ് എഡിറ്റ് സിസ്റ്റം എൻവയൺമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ എൻവയൺമെൻറ്റ് വേരിയബിൾസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ സിസ്റ്റം വേരിയബിൾസിനകത്ത് താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് പാത്ത് കാണാൻ പറ്റും. ഈ പാത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ അപ്പോൾ എന്നിട്ട് ഈ ന്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഓക്കെ അടിക്കുക. ഇവിടെ എല്ലാം ഓക്കെ അടിച്ച് ക്ലോസ് ചെയ്യുക. 3 ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് Comfy UI വർക്ക് ഫ്ലോ ഡൗൺലോഡ് ചെയ്യണം. വർക്ക് ഫ്ലോ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ PDF-നകത്ത് വന്നിട്ട് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് Comfy UI-ലോട്ട് എങ്ങനെ കൊണ്ടുവരുന്നു നോക്കാം. ഡൗൺലോഡ് ആയത് ചുമ്മാ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. ഡ്രാഗ് ചെയ്തിടുമ്പോഴേക്കും തന്നെ ഈ വർക്ക് ഫ്ലോ ഇവിടെ വരും. നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് ചുമല കത്തി കിടക്കുമായിരിക്കും. അതിനകത്ത് കുറേ ഡൗൺലോഡ് ചെയ്യാണ്ട് വെല്ലം കാണുമായിരിക്കും. അത് നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ ഇത്രയും ചെയ്തിടുക. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇനിയും നമുക്ക് ഒരു ഫയലോട് 2 ഫയലോട് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ശരിയാക്കാം. ആദ്യമേ ഈ PDF പോവുക. ഈ ഹഗ്ഗിംഗ് ഫേസ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട 2 ഫയൽസാണ്, ലേറ്റൻസിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഫയലും ഈ വിസ്പർ ടൈനി എന്ന് പറയുന്ന ഫയലും. നമുക്ക് അത് രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് കറക്റ്റ് ഫയലിലുണ്ട് പേസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ആദ്യമേ അതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും എത്തുന്നത്. ഇവിടെ ഈ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ലേറ്റൻസിങ് യൂണിറ്റ് PT എന്ന് പറയുന്ന ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിസ്പർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഈ ടൈനി PT എന്ന് പറയുന്ന ഫയലും ഡൗൺലോഡ് ചെയ്യുക. ഇത് രണ്ടും നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഈ ലേറ്റൻസിങ് എന്ന് പറയുന്ന ഈ സാധനം കോപ്പി ചെയ്യുക. ലേറ്റൻസിങ് യൂണിറ്റ് ആദ്യമേ കോപ്പി ചെയ്യുക. ഇതെവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ആദ്യമേ C പോവുക. എന്നിട്ട് പിനോക്കിയോ സെലക്ട് ചെയ്യുക. API സെലക്ട് ചെയ്യുക. Comfy JIT സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോഴേക്കും ഈ ആപ്പ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴേക്കും ഇതിനകത്ത് നമ്മൾ കസ്റ്റം നോഡ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ലേറ്റൻസിങ് എന്ന് പറയുന്നൊരു കസ്റ്റം നോഡാണ്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടതാണ്. അതിൻ്റെ ഫയൽ കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ലേറ്റൻസിങ് റാപ്പർ എന്ന് പറയുന്ന ഈ ഫയൽ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഈ ചെക്ക് പോയിൻറ്റ്സിനകത്ത് കൊണ്ടാണ് ഇത് പേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പോവുക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക ഈ ഫയൽ. ഇനി നമുക്ക് ഒരു ഫയലൂടെ ഈ വിസ്പർ എന്ന് പറഞ്ഞ ഫയലൂടെ ആഡ് ചെയ്യണം. പിന്നെ ആദ്യമേ നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ഈ tiny.pt എന്ന് പറയുന്ന ഫയൽ കോപ്പി ചെയ്യുക. നമ്മൾ പിന്നെയും സെയിം Cയിൽ പോവുക. പിനോക്കി എടുക്കുക. API Comfy JIT ആപ്പ്, പിന്നെ നമ്മൾ കസ്റ്റം നോഡ്
ലേറ്റൻസിങ് റാപ്പർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ചെക്ക് ബോക്സിലോട്ട് തന്നെ പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡറും കാണത്തില്ലായിരിക്കും. വിസ്പർ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫോൾഡറാണ്. ഇപ്പോൾ ഇവിടെ ന്യൂ അടിക്കുക, ഫോൾഡർ സെലക്ട് ചെയ്യുക, വിസ്പർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കൊണ്ട് ഈ ടൈനിയുടെ നമ്മൾ കോപ്പി ചെയ്ത ആ ഫയൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്നുകൂടെ പിനോക്കിയോ റീസ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് റിഫ്രഷ് അടിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് പിന്നെ റീസ്റ്റാർട്ട് ആകുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുറച്ചുകൂടെ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാണ്ട് കാണുമായിരിക്കും. അത് നോക്കണ്ട. ഇവിടെ ഈ ടെർമിനലിൽ എന്തെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഡൗൺലോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഇച്ചിരി സമയം വെയിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വല്ല എന്തെങ്കിലും ചുമല കത്തി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനേജർ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ മിസ്സിംഗ് നോട്ട്സ് എന്ന് വല്ല അവിടെ വല്ല ചുമല ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും മിസ്സിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞ് കാണുമായിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വർക്ക് ഫ്ലോ ഇങ്ങനെ ചുമലൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ചൂസ് വീഡിയോ ടു അപ്ലോഡ് അവിടെ സെലക്ട് ചെയ്യുക. ലോഡ് ഓഡിയോയുടെ അവിടെയാണ് നമ്മൾ ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ഓഡിയോ. അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ക്യൂ കൊടുക്കാം. ഈ റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എറർ വരുവാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിസ്കോഡിൽ പോയി ടെർമിനലിൽ കോപ്പി ചെയ്തിട്ട് ഡിസ്കോഡിൽ പേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് ചെയ്യുക. ഞാൻ ആദ്യമേ ഇത് റൺ ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ഈ ലേറ്റൻസിങ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വന്നിട്ട് കുറേ നേരം സ്റ്റക്കായി നിന്ന്. ഞാൻ ഒരു 2-3 മണിക്കൂറോളം ഇവിടെ തന്നെ സ്റ്റക്കായി നിന്ന്. ഞാൻ വെച്ചാൽ എത്രയോ സമയം എടുക്കുമായിരിക്കും എന്ന്. പക്ഷേ ഞാൻ പിന്നെ ടെർമിനലിൽ പോയി നോക്കിയപ്പോഴേക്കും അവിടെ ഇൻസ്റ്റാളിങ് പൈടോർച്ച് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം. അതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ ബഗ്ഗായിരുന്നു കിട്ടിയത്. ഇപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ ആ സ്ക്രീനിൽ സ്റ്റക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ടെർമിനലിൽ പോയി നോക്കിയപ്പോഴേക്കും ഇൻസ്റ്റാളിങ് റെക്കോർഡ് പാക്കേജ് പൈടോർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് കുറേ നേരമായിട്ട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്തു. ഇൻസ്റ്റാളിങ് പാക്കേജ് എന്ന് പറയുന്ന സാധനം കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ഡിസ്കോഡിൽ പോയി അവിടെ പേസ്റ്റ് ചെയ്തു, സെർച്ച് ചെയ്തു. അപ്പോൾ അവിടെ ആരെങ്കിലും ഈ സെയിം സാധനം കൊടുത്തിട്ടുണ്ടോ നോക്കി. ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈടോർച്ച് ലൈറ്റിംഗ് ഗെറ്റ് സ്റ്റക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നമ്മൾ താഴോട്ട് പോവുക. ഇതിന് റിപ്ലൈ ഉണ്ടോ, ഈ മോർഫിയസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് റിപ്ലൈ ഉണ്ടോ നോക്കിയാൽ ഈ പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ആൾ സപ്പോർട്ടിൽ. നമ്മൾ താഴോട്ട് പോയി ഇതിന് റിപ്ലൈ ഉണ്ടോയെന്ന്. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഈ ഇൻസ്റ്റാളേഷൻ നടക്കാത്തതുകൊണ്ടാണ്, ഓട്ടോമാറ്റിക്കലി നടക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്നായാലും നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് ഇൻസ്റ്റാൾ പൈടോർച്ച് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അനക്കൊണ്ട പവർ ഷെല്ലിൽ ഈ കമാൻഡ് അടിക്കുക. ഇത്രയും കമാൻഡ് അടിച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ ഈ പൈടോർച്ച് ലൈറ്റ്നിങ് എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ എന്ന് ആദ്യമേ നോക്കുക. അതിനായി പിപ്പ് ഷോ പൈടോർച്ച് ലൈറ്റ്നിങ് എന്ന് പറയുന്ന സാധനം അടിച്ച് നോക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മുടെ ഫയൽ പാത്ത് ആദ്യമേ കണ്ടുപിടിക്കണം. ഈ config/app എന്ന് പറയുന്ന ഈ ഫയൽ പാത്ത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. അതിന് ആദ്യമേ നമ്മൾ സിയിലോട്ട് പോവുക. സിയിൽ പിനോക്കിയോ എടുക്കുക, API എടുക്കുക, config എടുക്കുക, ഈ ആപ്പ് സെലക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഈ ആപ്പ് വരെയുള്ളതാണ് നമുക്ക് വേണ്ടത്, ഈ ലൊക്കേഷൻ വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് അനക്കൊണ്ട പവർ ഷെൽ ഓപ്പൺ ചെയ്യണം. നമ്മൾ വിൻഡോസിന് അവിടെ പോയി അനക്കൊണ്ടാന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ കാണും, ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എന്നിട്ട് CD എന്നടിക്കുക. CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി. നമ്മൾ ആ ഫയലിലേക്ക് കയറാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഫയലിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫയലിലേക്ക് കയറാനുള്ള ഒരു കമാൻഡാണിത്. സ്പേസ് അടിക്കുക. എന്നിട്ട് നമ്മൾ
നമ്മളിപ്പോൾ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോഴേക്കും നമ്മൾ ആ ഫയലിലേക്ക് കയറും. ഇനി നമ്മൾ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുക, ഈ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എൻ്റർ അടിക്കുക. ഇവിടെ പച്ച എത്തുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്തതെന്ന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് PIP ഷോ ഇതാകെ നമുക്ക് പൈടോർച്ച് ലൈനിങ് ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ അടിക്കുമ്പോൾ ഇവിടെ കാണിക്കുമായിരിക്കും മിക്കവാറും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് നെയിം പൈടോർച്ച് ലൈനിങ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്, എനിക്ക് കാണിക്കുന്നുണ്ട്, വേർഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഇവിടെ ഇല്ലെന്നായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും എററെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കാണിക്കും, ഇല്ലാത്ത രീതിയിൽ കാണിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോയി നോക്കിയാൽ മതി. നമ്മുടെ ഇൻസ്റ്റാൾ PIP ഇൻസ്റ്റാൾ പൈടോർച്ച് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അത് കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവും, ഉറപ്പായിട്ടും സോൾവ് ആവും. സ്റ്റക്കാകുന്ന പ്രോബ്ലം സോൾവ് ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നുകൂടെ ഈ കൺഫ്യൂഐ റീസ്റ്റാർട്ട് ചെയ്താൽ മതി. കൺഫ്യൂഐ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ പ്രോബ്ലം സോൾവ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഈ ഡിസ്കോഡ് നല്ല ആക്റ്റീവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചോദിച്ചാലും മതി. നമ്മൾ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചാലും മതി, നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഇനി നമുക്ക് ബാക്കി ഇതിനകത്തോട്ട് പോവാം. ഇവിടെ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. Violence, violence. I don't like it. Violence, violence, violence. I don't like it. Violence, violence, violence. I don't like it. ഇവിടെ നമ്മൾ ക്യൂ പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് റൺ ആകുന്നത്. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. റൺ ചെയ്യേണ്ട ഏകദേശം ഒരു 2 കൂടിപ്പോൾ ഒരു 5-6 മിനിറ്റ് എത്രയോ എടുക്കത്തുള്ളായിരിക്കും ഒരു പ്രാവശ്യം റൺ ചെയ്യുന്നതിന്. ആദ്യമത്തെ ഒരു ഫസ്റ്റ് റണ്ണിന് എന്നായാലും കുറച്ചുകൂടെ സമയം എടുക്കും. കാരണം ഫയൽസൊക്കെ ആദ്യമത്തെ റണ്ണിലായിരിക്കും ഡൗൺലോഡ് ആകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റൺ ചെയ്യുമ്പോഴേക്കും പിന്നെ സ്പീഡാകും. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തെടുക്കുന്ന നോടാണ് ഈ ലോഡ് വീഡിയോ നോഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഓഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോഡ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഓഡിയോ പോയിട്ട് ഈ ലേറ്റൻസി ഗ്രാപ്പറിലോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് ഇമേജ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിനെ ഡിവൈഡ് ആയിട്ട് ഇമേജ് ആയിട്ടായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഇമേജും സിംഗിൾ ഇമേജ് ആയിരിക്കും, ഫ്രെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ലേറ്റൻസി നോഡിലോട്ട് പോകുന്നു. ലേറ്റൻസി നോഡിൽ ഓഡിയോയും പോകുന്നുണ്ട്. ഓഡിയോയ്ക്ക് അനുസരിച്ച് ലിപ്പ് കറക്റ്റ് ആകുന്നത് ഈ നോഡിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കമ്പൈനിൽ പോകും. വീഡിയോ കമ്പനിയിൽ പോയി അത് വീഡിയോ ആകും. ഇത് ഓൾറെഡി തന്നെ സേവ് ആകും. സേവ് ആകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സിയിൽ പോവുക, പിനോക്കിയോ സെലക്ട് ചെയ്യുക, ഡ്രൈവ് സെലക്ട് ചെയ്യുക, ഡ്രൈവ്സ്, പിയേഴ്സ്, ഈ നമ്പർ. അത് കഴിഞ്ഞ് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും ഇതെല്ലാം പോയി സേവ് ആകുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഔട്ട്പുട്ടൊക്കെ കാണാൻ പറ്റും. ക്ലിങ്ങിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് ഈ ലേറ്റൻസിങ്ങിലാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ ചെയ്തിട്ട് ഭയങ്കര എററാണ് വരുന്നത്, ഒരു രക്ഷയില്ല. എറർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചോദിച്ചാൽ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഇത്രയും വീറാമില്ല എങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് റൺ ചെയ്യിക്കാം. GPU റെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് റൺ ചെയ്യിക്കാം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് അടുത്ത് നോക്കാം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ക്ലൗഡ് GPU എടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റൺ കംഫി എന്ന് പറയുന്ന സൈറ്റാണ്. അതിനകത്ത് പോവുക, ലോഞ്ച് ആപ്പ് കൊടുക്കുക. അപ്പോൾ ആദ്യമേ ആകുമ്പോൾ സൈനപ്പ് ചെയ്യാൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഈ ബാലൻസിൻ്റെ ഇവിടെ ആഡ് ഫണ്ട് കൊടുക്കുക. ഫണ്ട് കൊടുത്താലേ ഇത് റൺ ചെയ്യത്തുള്ളൂ. നമ്മൾ ആഡ് ഫണ്ട് കൊടുത്ത് ഇവിടെ നമ്മൾ കാർഡ് മെത്തേഡൊക്കെ കൊടുത്ത് ഇവിടെ നമ്മൾ മിനിമം $10 തോന്നുന്നു. മിനിമം $10. $10 ആഡ് ചെയ്യുക, ഇവിടെ പേ ചെയ്യുക. അത് പേ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ബാലൻസ് വരും. നമുക്ക് കൺഫ്യൂവായി സെലക്ട് ചെയ്യുക, ലോഞ്ച് ആപ്പ് കൊടുക്കുക. നമുക്കിവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് വരും. ഇവിടെ നമുക്ക് ലേറ്റൻസിങ്ങിൻ്റെ വർക്ക് ഫ്ലോ ഇവിടെ ഇഷ്ടംപോലെ വർക്ക് ഫ്ലോ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ റൺ വർക്ക് ഫ്ലോ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് കയറി ജനറേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. നല്ല
പവർഫുൾ GPU നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാം, ചീപ്പായിട്ട് നമുക്ക് തന്നെ റൺ ചെയ്യാം. ഒരു ഹവറിന് $1 0.99 സെൻസ് അത്രയൊക്കെ ആകത്തുള്ളൂ. ചീപ്പാണ്. നമ്മൾ അത്രയും എക്സ്പെൻസീവ് GPU ഇല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഓപ്ഷൻ ഇങ്ങനത്തെ മോഡൽസൊക്കെ റൺ ചെയ്യിക്കാനായിട്ട്. പല മോഡൽസ് റൺ ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഇതെടുത്ത് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്തിട്ടാൽ. ഈ സോണിക് എന്ന് പറയുന്ന മോഡൽ ഒരു പുതിയ ലിപ്സിംഗ് മോഡലാണ്. പക്ഷെ അത് ഇപ്പോൾ മെയിനായിട്ട് ഇമേജ് ടു വീഡിയോ വരുന്നത്. നമുക്ക് വീഡിയോ ടു വീഡിയോ അതിനുള്ള വർക്ക് ഫ്ലോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇമേജ് ടു വീഡിയോ ഒരു നല്ലൊരു ലിപ്സിംഗ് മോഡലാണ് ഈ സോണിക് എന്ന് പറയുന്നത്. നമുക്ക് ലേറ്റൻസിങ് തപ്പിയെടുക്കാം. ഇവിടെ ജനറേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ലേറ്റൻസിങ് ഉണ്ട്. ഈ ലേറ്റൻസിങ് ലിപ്സിംഗ് മോഡൽ ഈ റൺ വർക്ക് ഫ്ലോ കൊടുക്കുക. മീഡിയം VRAMൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. എന്നിട്ട് ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ലോഞ്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതൊന്ന് സെറ്റപ്പ് ചെയ്യുകയാണ് നമ്മുടെ കംഫ്യൂവായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്കും ഇത് റണ്ണാവും. ഇവിടെ നമ്മൾ സെയിം വർക്ക് ഫ്ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം സെയിം വർക്ക് ഫ്ലോ ആണ്. ഇവിടെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഇവിടെ നമുക്ക് ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിയുമ്പോഴേക്കും ഇവിടെ നമുക്ക് വീഡിയോ വരും. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ. ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ക്യൂ പ്രോംപ്റ്റ് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ എറർ വരാനൊന്നും സാധ്യതയില്ല. ഇതിലും പെട്ടെന്ന് നമ്മൾ മറ്റേ PC റൺ ചെയ്യുന്നതിനേക്കാൾ ലോക്കലായിട്ട് റൺ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് അവിടെ നമ്മൾ 15 മിനിറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരി സ്പീഡാണ്. അത്ര നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ഒരു പ്രാവശ്യത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഓരോ സമയത്തിനും മിനിറ്റിനും പൈസ കൊടുക്കണം. അതിന് വ്യത്യാസമുണ്ട്. ഇച്ചിരി സ്പീഡാണ്. ലേറ്റൻസിക്ക് റൺ ചെയ്യാനായിട്ട് VRAM ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ ഓപ്ഷൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ഒന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലോക്കലായിട്ട് റൺ ചെയ്യിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇവിടെ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. Violence, violence. I don't like it. Violence, violence, violence. I don't like it. ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് കംഫ്യൂവായി സെലക്ട് ചെയ്യുക, ഈ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വന്ന് നടക്കുന്നത്. ആ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് AI യൂസ് ചെയ്ത് ലിപ്സിംഗ് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ കിട്ടുമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.